നമ്മുടെ നാട്ടിൽ ജാതിയില്ല, മതമില്ല, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കുറേ ആൾക്കാർ പറയുന്നതായിട്ട്. പക്ഷെ ഇപ്പം നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ജാതീയത ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊന്നാണ് നിതിൻ രാജ് എന്ന പയ്യൻ്റെ ആത്മഹത്യ. ജാതീയതയിൽ തുടർന്ന് എന്തിന്? ജാതിയുടെ പേരിൽ. എന്തൊരു അവസ്ഥയാണ്, എനിക്ക് മനസ്സിലാവാത്തതോട് ചോദിക്കുക. അതിന് കാരണം ഒരു ടീച്ചർ. ആ ടീച്ചറിനെതിരെ മുമ്പും അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ടീച്ചർ പേടിപ്പിച്ച് നിർത്തി പിള്ളേരെ. എന്തു പറഞ്ഞ്? ഇൻറ്റേർണൽ കുറയ്ക്കും, അറ്റൻഡൻസ് കുറയ്ക്കും. ഇൻറ്റേർണൽ അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞ എക്സാം എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഒരു ടീച്ചർ വിചാരിച്ചപ്പോൾ നമ്മൾ ഇൻറ്റേർണലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ആ ഒരു സ്റ്റുഡൻറ്റിന്. എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് ഇൻറ്റേർണൽ മാർക്ക് കുറയുക അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എന്തൊരു തോന്നിയവാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അധ്യാപക വാഴകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കുറേ അധ്യാപക വാഴകൾ, എല്ലാ അധ്യാപകരും അല്ല കേട്ടോ, ഒരുപാട് നല്ല അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം എന്നെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല അധ്യാപകരുണ്ട്. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ സപ്പോർട്ട് ആയിട്ട് നിന്ന് നമ്മളെ സഹായിച്ച് ഒരുപാട് അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ നമ്മൾക്ക് വളരെ ബഹുമാനമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ചില അധ്യാപകരുണ്ട് നമുക്ക് വളരെ ട്രോമറ്റൈസിങ് ഇവൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഇവിടെ എത്ര അധ്യാപകർ കാരണം എത്ര കുട്ടികളാണോ ഇപ്പോഴും വിട്ടുമാറാത്ത ട്രോമകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിൽ. എനിക്ക് മനസ്സിലായതുകൊണ്ട് ചോദിക്കുക, നമ്മുടെ സിസ്റ്റം എന്തുട്ടാണ് കാണിക്കുന്നത്? ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ അതോറിറ്റി കംപ്ലൈൻറ്റ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അറ്റൻഡൻസ് കട്ട് ചെയ്യൂലേ, മാർക്ക് കട്ട് ചെയ്യൂലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ടീച്ചറാണോ എല്ലാം? അതിന് മേലെ ആൾക്കാരില്ലേ? അതും ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുക. എന്തൊക്കെയാണ് കേൾക്കണത്? ഇയാൾ എങ്ങനെ ഇപ്പോൾ സർവീസിൽ എങ്ങനെ തുടർന്ന്? ഇയാൾ എത്ര കാലമായി? ഇവിടെ ഒരു കുട്ടി മരിച്ച്, ആ ചെക്കൻ്റെ കൂടെ പഠിക്കുന്നവർ ശവസംസ്കാരത്തിന് വന്നില്ല, പേടിച്ചിട്ട്. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് നടക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കരം തന്നെ. കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ കുറേ പേര് ഇൻറ്റേർണൽ സംഭവം എന്താ സംഭവം എന്നൊക്കെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി പറയാം. അതായത് ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ, 20 മാർക്ക് ഈ പറയുന്ന ഇൻറ്റേർണൽ. ഈ 80-ൽ 24 വേണം പാസ്സാവാൻ, ഈ പറഞ്ഞ 20-ൽ 6 വേണം പാസ്സാവാൻ. അപ്പോൾ 24 മാറും 30 മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സാവത്തില്ല. കാരണം ഈ പറയുന്ന പോലെ 30-ന് മേലെന്തോ 34 35 എന്തോ വേണം ഈ പറയുന്ന 100-ൽ പാസ്സാവാൻ. പിടികിട്ടിയ അതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഈ ടീച്ചർമാർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവർ ഇൻറ്റേർണൽ കുറയ്ക്കും. എസ്പെഷ്യലി ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ഈ പറയുന്ന ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് ഒരു 24 ഒരു ബോർഡർ പാസ് എത്തിക്കും ഇവർ. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഇൻറ്റേർണൽ കുറഞ്ഞതുകൊണ്ട് ഇവന്മാർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവന്മാർ പരീക്ഷ നോക്കും. എത്ര പിള്ളേരുണ്ടെന്ന് അറിയാമോ? ഒരു പേപ്പറിൻ്റെ ഒരു പ്രശ്നം കാരണം അത് ഒരു പരീക്ഷ എഴുതി തോറ്റിട്ടല്ല, അവർ ഈ പറഞ്ഞ പരീക്ഷ എഴുതി ജയിച്ചിട്ട് ഇൻറ്റേർണലിൻ്റെ പേരിൽ ഈ പറയുന്ന ഡിഗ്രി ഇപ്പോഴും കിട്ടാത്ത പിള്ളേരുണ്ട്, ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട്. എന്തൊരവസ്ഥയാണ്! സ്കൂളും കോളേജിലൊക്കെ ആവുമ്പോൾ പിള്ളേരാകുമ്പോൾ ഇച്ചിരി അലമ്പും പിള്ളേർ ഇച്ചിരി കുർത്തക്കേടൊക്കെ കാണിക്കും. അതൊക്കെ കുറച്ചൊക്കെ കണ്ടില്ല എന്നടിച്ചുകൂടെ? എന്ന് വെച്ച് വലിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി അതും കണ്ടില്ല എന്നടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ കുർത്തക്കേടും കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്നടിച്ചുകൂടെ? പക്ഷേ ഈ ഒരു പയ്യൻ്റെ കാര്യം നോക്ക്. ഈ പയ്യൻ ഒരു അലമ്പും ഒന്നുമില്ലാത്ത പയ്യനാണ്. പഠിക്കണം, ഈ പറയുന്ന പോലെ റാങ്ക് മേടിക്കണം. റാങ്കൊന്നും മേടിക്കണമെന്നല്ല, പഠിക്കണം, ഈ പറയുന്ന ഡിഗ്രി എടുക്കണം. ആ ഡിഗ്രി വഴി കിട്ടുന്ന ജോലി കൊണ്ട് കുടുംബം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛനെ സമാധാനത്തോടെ അച്ഛൻ ഈ പറയുന്ന പോലെ അച്ഛനെയും അമ്മയുടെയും ഒപ്പം സമാധാനമായി ജീവിക്കണം എന്നാഗ്രഹിച്ചതല്ലേ ആ പയ്യൻ ചെയ്ത തെറ്റ്? ആണോ? അതോ ആ പയ്യനൊരു താഴ്ന്ന ജാതി പെട്ടതുകൊണ്ടോ? താഴ്ന്ന ജാതിയിലായതുകൊണ്ടോ? എന്തൊരു ഗതികേടാണ് ഈ കുരിശാപം. എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഈ പറയുന്ന ടീച്ചേഴ്സ് എന്ന വർഗം കാരണം ട്രോമറ്റൈസ് ചെയ്യപ്പെട്ട പിള്ളേരുടെ പ്രാർത്ഥനയെക്കാളും വലുതാണോ, അവരുടെ കണ്ണീരെക്കാളും വലുതാണോ ഏതെങ്കിലും ഒരു അധ്യാപികയുടെ ശാപം? എന്തുവാ താൻ ആരും എന്ന് ജഗതി ചോദിച്ച പോലെ എനിക്ക് ചോദിക്കാറുണ്ട് ചില ടീച്ചേഴ്സിനോട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടീച്ചേഴ്സും മോശക്കാരാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് ട്രോമറ്റൈസിങ് ഇവൻറ്റ്സ് കൊടുക്കുന്ന ടീച്ചേഴ്സ്, മോറൽ പോലീസ് ചെയ്യുന്ന ടീച്ചേഴ്സ്. എന്താണിത്? പിന്നെ ഈ പുതിയൊരു കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന പോലെ അധ്യാപകൻ വന്ന് ക്ലാസ് എടുത്ത് ഇവിടെ ഇന്നൊരു കാര്യം മനസ്സിലാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഫിംഗർ ടിപ്സ് വഴി പറ്റും. ഒരു AI വഴി പിള്ളേർ എക്സാം പാസ്സാവുന്ന കാലഘട്ടമാണ്. അതെന്താ ഇവർ മനസ്സിലാക്കാത്ത? ഇവരിപ്പോഴും പഴയ ഏതെങ്കിലും ഒരു 1000 പേജുള്ള ബുക്ക് എടുത്ത് വായിക്ക്. എന്തിന് ഈ സാധനത്തിന് AI അടിച്ചു കൊടുത്താൽ ആവശ്യമുള്ള കാര്യം AI പറഞ്ഞു തരൂലേ? ഏണ്ടാ പിന്നെ ഈ 1000 പേജിൻ്റെ ബുക്ക് വായിക്കണേ? പിന്നെ 1000 പേജിൻ്റെ സംഭവം ഒന്നും ബയാട്ട് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നമ്മളാരും സൂപ്പർ കമ്പ്യൂട്ടേഴ്സും അല്ല, ഗൂഗിളും അല്ല, AIയും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ നമ്മൾ ആരും AI അല്ല. ആ ടീച്ചേഴ്സിനും അറിയാം. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ളൊരു ഭയം ഉണ്ടാക്കിയെടുക്കണം. അതായത് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ പറയുന്ന പോലെ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കും, അറ്റൻഡൻസ് കുറയ്ക്കും. അപ്പോൾ പിള്ളേർ ഈ പറയുന്ന പോലെ വരുമല്ലോ കെഞ്ചിക്കൊണ്ട്. കൊള്ളാം, നല്ല കാര്യം ടീച്ചേഴ്സേ. എനിക്കൊന്നും പറയാനില്ല ഇതിന്. ഇതൊരു അപേക്ഷയാണ് സിസ്റ്റത്തിനോട്. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് എന്തും ആയിക്കോട്ടെ, എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇതിന് ഒരു സൊല്യൂഷൻ വേണം. ഇനി ഒരു പയ്യൻ ഇതുപോലെ ഉണ്ടാവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു.